ഹലോ, ഇന്ന് ഞങ്ങളൊരു ബർത്ത്ഡേ ഫംഗ്ഷനിലാട്ടോ. കിങ്ങിണീൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. 11 മണിക്കാണ് ഫംഗ്ഷൻ. ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്ക് ഞാനും എന്നെ അവിടെ എത്തി. ഇത് മാമൻ്റെ മക്കളാണ്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് നാളെ വന്നത്. റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, പിന്നെ കിങ്ങിണീൻ്റെയും ലിബുവിൻ്റെയും ഒക്കെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്ക് കട്ട് ചെയ്തു. ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കൈയടിക്കൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി ആയിരുന്നു, നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ആയിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ്. ഇത് താരുവാണ്. പ്രോഗ്രാം 11 മണി മുതൽ 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരു 2:30 ആയപ്പം ഞാനും അനിയത്തിയും പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അടുത്ത ദിവസം രാവിലെ പുട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മ പോകാനാകുമ്പോഴേക്ക് ചായയും കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ ഞാൻ വേഗം കുളിച്ച് അമ്പലത്തിലൊന്ന് പോകാൻ വിചാരിച്ച്. 11 മണി ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേന് അമ്പലത്തിൽ പോയി തിരിച്ചെത്തണം. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയൻ ബാക്കിൽ കൂടെ പാസ് ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് അയ്യോ എന്ന് കാണിക്കുന്നത്. അനിയനൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞിപ്പം പ്ലാസ്റ്റിക് സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ മാറ്റി പോകാമെന്ന് വിചാരിക്കുകയാണ്. 10 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ അമ്പലം. ഒരു 9 മണിയൊക്കെ ആകുമ്പം പൂജ സ്റ്റാർട്ട് ചെയ്യും. 10 മണിയാകുമ്പോഴേക്കും എല്ലാം പൂജയും കഴിഞ്ഞ് നമുക്ക് പ്രസാദം തരും. അപ്പോൾ ഞാൻ വേഗം പോവാമെന്ന് വിചാരിച്ച് വേഗം മാറ്റി പോവാണ്. ഇന്ന് നെയ്വിളക്കൊക്കെ കത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള പൈസയൊക്കെ എടുത്തിട്ട് വേഗം അമ്പലത്തിലേക്ക് നടക്കുകയാണ്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള പറമ്പാണ്. ഇവിടെ ഉത്സവത്തിന് നമുക്ക് ഇവിടെയാണ് ഫുഡും കാര്യങ്ങളും ഉണ്ടാവുക. അതുപോലെ തന്നെ ഉത്സവത്തിൽ താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പറമ്പിൽ വെച്ചിട്ടാണ്. ഈ അമ്പലം എല്ലാ ഞായറാഴ്ചയും മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ ഞാൻ എത്തിയപ്പോഴേക്കും ഏകദേശം പൂജേൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. പൂജ കഴിഞ്ഞ് ഞാൻ പിന്നെ നട തുറന്നതിൻ്റെ ശേഷമാണ് നെയ്വിളക്ക് കത്തിച്ചത്. പിന്നെ പ്രസാദം വാങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. 11 മണിയാകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്ട്. അപ്പം അത് വിചാരിച്ച് വേഗം അമ്പലത്തിൽ നിന്ന് പോന്നു. ഇന്ന് ചെറിയ കുട്ടികൾക്കാണ് ക്ലാസ്. ഇന്നലത്തെ ക്ലാസ് കഴിഞ്ഞ് ടേബിൾ മൊത്തം മിസ്സായിട്ട് കിടക്കുകയാണ്. അപ്പം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം. ഇന്നത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് ടേബിളിലെടുത്ത് വയ്ക്കുകയാണ്. ഇന്ന് കിഡ്സിന് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ് എടുത്തു കൊടുക്കാറ്. കാരണം അവർക്ക് വലിയ പിക്ചേഴ്സ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഓരോന്ന് വരയ്ക്കുന്നത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ വല്ലാണ്ട് ബോറടിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏതെങ്കിലും ഒരു ചിത്രം വരയ്ക്കാൻ പറയും. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ഒരു താല്പര്യം ഉണ്ടാവും. അതിനുശേഷം ഒരു വർക്ക് ചെയ്തത് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയി. ഒരു പഴയ ഫോട്ടോ ആണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ആണെങ്കിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് പ്രിൻ്റ് കിട്ടിയില്ല. പിന്നെ ഞാൻ വേറൊരു ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാനൊന്ന് ഫ്രെയിം ചെയ്ത്. അപ്പോൾ പിക്ചർ നല്ല അടിപൊളി HD ക്വാളിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിക്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരം ആയപ്പം കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി കുഴിച്ചിട്ട് അവിടെയുള്ള ചെടി വെച്ച സ്ഥലത്ത് കുറച്ച് പുല്ലും ഇലയും കുറച്ച് മണ്ണിൻ്റെതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ചെടിയൊക്കെ പഴയതുപോലെ തന്നെ റെഡിയാക്കി വെച്ച്. മുറ്റത്ത് ഭയങ്കര പൊടിയാണ്. വെള്ളം തളിക്കാതെ അടിക്കാനേ പറ്റൂല. അങ്ങനെ വെള്ളം തളിക്കാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിൽ മൊത്തം പൊടിയായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ട് അടിച്ച് വാരുകയാണ്. ഈ പണി കഴിഞ്ഞിട്ട് വേണം ഇനി മേല് കഴുകാനും വിളക്ക് കൊളുത്താനും ഒക്കെ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.